ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് യുദ്ധം ഒരു ഹരമായി മാറിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർ യുദ്ധത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഓരോരോ വാർത്തകൾ പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം റഷ്യ അമേരിക്കയെ ഒരു ആണവ യുദ്ധത്തിന് വെല്ലുവിളിച്ചിരുന്നു. അതിന് മറുപടിയായി ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരം ചില വാചാടോപങ്ങൾ നിർത്തൂ എന്നാണ് അമേരിക്ക റഷ്യയോട് പറഞ്ഞിരിക്കുന്നത്. റഷ്യ നിർത്താൻ തയ്യാറല്ല. അവർ തുടരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടാൻ ശ്രമിക്കുന്നു, അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇത് റഷ്യ ഇങ്ങനെ പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ബൈഡൻ ഈ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് പ്രയോഗിക്കാൻ ചില അനുമതികൾ കൊടുത്തിട്ടുണ്ട്. അത് സെലൻസ്കി കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മിസൈലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് റഷ്യയുടെ ഉൾഭാഗങ്ങളിൽ വരെ എത്തും എന്നുള്ളതാണ്. അതുപയോഗിച്ച് ഇന്നലെ സെലൻസ്കി ആക്രമണം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റഷ്യ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു വെല്ലുവിളി നടത്തിയതും, നമുക്ക് വേണമെങ്കിൽ ആണവയുദ്ധം ചെയ്യാം, നേരിൽ വാ, ഈ പിന്നിൽ നിന്ന് കളിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണല്ലോ. അതോടൊപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് ബൈഡൻ പറഞ്ഞത്, ലോകത്ത് ഒരു ആണവ യുദ്ധത്തിന് സാധ്യത വളരെയധികം ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നത്, ഇപ്പോൾ ഒരു ആണവ യുദ്ധത്തിന് കാരണങ്ങളൊന്നുമില്ല എന്നാണ്. അമേരിക്കയ്ക്ക് കാരണങ്ങൾ ഉണ്ടാവില്ല, കാരണം അമേരിക്കയുടെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഇത് അനുഭവിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കാണ് കാരണമുള്ളത്. അവരെയാണ് പ്രകോപിതരാക്കുന്നത്. അല്ലെങ്കിൽ റഷ്യ ഇപ്പം ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ഒരു രാജ്യമാണ്. അവർ പൊതുവെ എല്ലാ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് മാറുന്നുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അവരെ നിർബന്ധമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് അമേരിക്ക ചെയ്തത്. കാരണം റഷ്യയും ഉക്രൈനുമായിട്ടൊരു യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൂടിയുണ്ട് ഈ ഉക്രൈന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആയുധങ്ങളും പണവും നൽകി അവരെ സഹായിച്ച് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് റഷ്യക്ക് മനസ്സിലായപ്പോഴാണ് റഷ്യ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഉക്രൈനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഉക്രൈന്റെ ഒരുപാട് പട്ടാളക്കാരെ റഷ്യ കൊന്നിട്ടുണ്ട് കേട്ടോ. റഷ്യ പോലത്തെ ഒരു വൻ രാഷ്ട്രത്തോടൊക്കെ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ, ഉക്രൈനെ പോലെ മണ്ടൻ ലോകത്ത് വേറെ ആരുമില്ല. ഇവർ പറയുന്നത് കേട്ടോട്ടെ, അതിൻ്റെയൊക്കെ പുറകിലേക്ക് അടിക്കും പോയി സ്വന്തം രാജ്യം നശിപ്പിച്ചെന്നല്ലാതെ അവർക്കൊന്നും ലാഭമൊന്നുമില്ല. എന്നാൽ ഈ വാക്ക് തർക്കങ്ങൾ നടക്കുന്നതിനിടയിൽ റഷ്യ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നത് ലോകം കണ്ടുപിടിച്ചു. റഷ്യ വൻതോതിൽ ആണവ പ്രതിരോധ ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ബങ്കർ എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിൽ കുറേ കുഴി ഉണ്ടാക്കി വെച്ചെന്നല്ല അർത്ഥം. അവർ ശരിക്കും ഈ കണ്ടെയ്നറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ ആണവ ആക്രമണം ഉണ്ടായാൽ അതിന് ബാധിക്കില്ല. അതുകൂടാതെ ഈ മിസൈലുകളൊക്കെ പൊട്ടിത്തെറിച്ച് വീണാലൊന്നും ഇതിലൊന്നും സംഭവിക്കുമൊന്നുമില്ല. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയും. ഇതിനൊക്കെ 48 മണിക്കൂർ വരെ പ്രതിരോധിക്കാൻ കഴിയും. അതുകൂടാതെ ഈ ബങ്കറിനുള്ളിൽ 54 പേർക്ക് ഒരേ സമയം കഴിയാം, ഒളിച്ചിരിക്കാം. ഇങ്ങനെ ആയിരക്കണക്കിന് ബങ്കറുകളാണ് റഷ്യ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ റഷ്യ എന്തൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ തയ്യാറെടുക്കുകയാണ്. കാരണം റഷ്യക്ക് വരെ ആരെയും വിശ്വാസമില്ല. അതാണ് അതിൻ്റെ വസ്തുത. എന്നാൽ ഈ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ വാക്ക് തർക്കം ഭയങ്കര അപകടകരമായ ഒരു സംഭവമാണ്. ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാകുന്നത് ഒരു മുൻ അനുഭവം നമ്മൾ ഓർക്കേണ്ടതാണ് ഈ സമയം. കാരണം സദ്ദാം ഹുസൈനും ബുഷുമായി ഉണ്ടായ ഇതുപോലെ ചില വാക്ക് തർക്കങ്ങളാണ് അവസാനം ഒരു ഗൾഫ് യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായത്. അന്ന് ഇറാഖിന് വലിയ കാര്യമായ സൗകര്യങ്ങളും ആയുധങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അവർ തീർന്നുപോയി. പക്ഷെ അതുപോലെ ആയിരിക്കില്ലല്ലോ റഷ്യ ഒരിക്കലും. റഷ്യ അമേരിക്കയ്ക്ക് തുല്യമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കാരണം റഷ്യക്ക് ചൈനയുടെ സഹായമുണ്ട്, കൊറിയയുടെ സഹായമുണ്ട്. ഇപ്പം തന്നെ ഈ കൊറിയൻ പട്ടാളം റഷ്യൻ പട്ടാളത്തിനൊപ്പം ചേർന്നത് കൊണ്ടാണ് ഈ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ബൈഡന് ഇത്രയധികം ദേഷ്യം വരാൻ കാരണം. കാരണം അവർക്ക് എന്തുവാകാം, മറ്റുള്ളവർക്ക് കഴിയില്ല. മറ്റുള്ളവർ വേറെ ആരെയും കൂട്ടാൻ പാടില്ല, ആരെയും സഹായിക്കാൻ പാടില്ല, ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല. അതൊക്കെയാണ് അമേരിക്കൻ നിയമങ്ങൾ.
അവർക്കിഷ്ടമില്ലാത്ത രാജ്യങ്ങളെല്ലാം ഭീകര രാഷ്ട്രങ്ങളാണ്. ഈ അമേരിക്കയും ഇസ്രയേലും ലോകം മുഴുവൻ നടന്ന് ഭീകരത ചെയ്യുന്നത്. എന്നിട്ട് അവരങ്ങോട്ട് പറയുകയാണ് മറ്റുള്ളവരെല്ലാം ഭീകരരാണ്. അത് ഈ എല്ലാ ഭീകരന്മാരും പറയുന്നത് തന്നെയാണ്. ഭ്രാന്തുള്ളവൻ പറയുക ഞാൻ ഭ്രാന്തനാണെന്ന്. അതുപോലെയാണ് ഈ ഭീകരതയുടെ കാര്യത്തിൽ. എല്ലാവരും ഭീകരന്മാരാണ്, പക്ഷെ അവരാരും സമ്മതിക്കില്ല. അത് മറ്റവൻ്റെ പേരിൽ ആരോപിക്കും. ചുമ്മാ നിൽക്കുന്നവന് വഴി കൂടെ പോകുന്നതിൻ്റെ പേരിലും അവൻ ഭീകരനാന്ന് പറയും. ഇതാ ഇവന്മാരുടെയൊക്കെ പരിപാടി. അതോടൊപ്പം ഈ ചെങ്കടലിൽ നിന്നും ഹൂത്തികളുടെ വകയായി പുതിയൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഈ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്നത് പോലെ ചെങ്കടൽ വഴി കടന്നു വന്ന ഒരു ബ്രിട്ടീഷ് കപ്പൽ അനഡോലു എസ് എന്നാണ് അതിൻ്റെ പേര്. അതിനിട്ട് ഇന്നലെ ഹൂത്തികൾ ശരിക്കും പണി കൊടുത്തിട്ടുണ്ട്. സംഗതി തീ പിടിച്ച് കടലിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും രക്ഷപ്പെടുന്ന ഭാഗമാണ്. കാര്യമായി പരിക്കവർക്കുണ്ട്. കപ്പലിൽ കിട്ടിയിട്ടുണ്ട്. ഈ കപ്പൽ ഇവർ തുർക്കിയിലേക്ക് നേരെ സാധനങ്ങളും ഇസ്രായേലിലുള്ള സാധനങ്ങളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെയാണ് ഈ ഹൂത്തികൾ ആക്രമിച്ചത്. അവർ വാൺ ചെയ്തതാണ്. തുർക്കിക്കും ഇസ്രായേലിനും ഇവർക്ക് എല്ലാവർക്കും വാൺ ചെയ്തതാണ്. ഇതുവഴി ഇസ്രായേലിനുള്ള യാതൊരുവിധ സഹായങ്ങളും കൊണ്ട് ഒരു കപ്പൽ ഇതുവഴി വരേണ്ടത് ഞങ്ങൾ ആക്രമിക്കും. പക്ഷേ എന്നിട്ട് പിന്നെയും വരികയാണ്. അവർ കണക്കൂട്ടുന്ന ഒരു കപ്പൽ കടന്നു പോയി കഴിഞ്ഞാൽ അത്ര സാധനം അവിടെ എത്തുമല്ലോ. ഇനി 10 കപ്പൽ തീർത്ത് കഴിഞ്ഞാൽ ഒരു കപ്പൽ കിട്ടിയാൽ ലാഭമാണല്ലോ എന്നായിരിക്കും ചിലപ്പോൾ ഒരു കണക്ക് കൂട്ടുന്നത്. ഈ കപ്പലിലൊക്കെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കാശ് കിട്ടുമല്ലോ. ഇൻഷുറൻസ് കമ്പനിയാണ് അവിടെ കൂട്ടുന്നത്. അധികം മനസ്സിലാക്കുന്നില്ല. ഈ നിരന്തരമായിട്ട് ഹൂത്തികൾ ഈ കപ്പലിനെ ആക്രമിക്കുന്നുണ്ട്. ഏത് കപ്പൽ എവിടെയിട്ട് ആക്രമിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. ഏതായാലും കപ്പൽ മുങ്ങിയിട്ടില്ല, കാര്യമായ പരിക്കുമായി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കറിയാം, ഇന്നറിയാം ആ കപ്പൽ മുങ്ങിയിട്ടുണ്ടോ അതോ തടിമുരിക്കൊണ്ട് പോയോ എന്നുള്ളവരെ നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. എന്തായാലും നിരന്തരമായിട്ട് ഹൂത്തികൾ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ആക്രമിച്ച എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ പട്ടക്കപ്പലുണ്ടല്ലോ, അത് അമേരിക്കയിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇതിവിടെ ഇട്ടുകൊണ്ടിരുന്നാലേ പണി കിട്ടും. ഇതെങ്ങാണം മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ കട്ടയും പടവും മുടങ്ങും. അതുകൊണ്ട് തന്നെ അവർ ആ കപ്പലുമായി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന 2 കപ്പൽ ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടായത്. അതായത് ഒന്ന് റൂസ്വെൽറ്റ്, ഒന്ന് ഐസൻഹവർ എന്ന് പറഞ്ഞ 2 കപ്പലുണ്ട്. ഈ 2 കപ്പൽ ഇതുപോലെ മിഡിൽ ഈസ്റ്റിനെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ്. അതുപോലെ ഇസ്രായേലിനെ സഹായിക്കുക, അതിൽ നിന്ന് മിസൈലുകൾ തൊട്ട് നല്ല രസമാണല്ലോ. അതൊക്കെ ഉദ്ദേശിച്ചാണ് കൊണ്ടിട്ടത്. പക്ഷേ എല്ലാത്തിനും നേരെ ആക്രമണം ഉണ്ടായി. ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോയി. ഇപ്പം ഗൾഫ് കടലിടുക്കിൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലും ഇല്ല. സ്ഥലം വിട്ട് രക്ഷയില്ല. കാരണം അപ്പുറത്ത് റഷ്യയുടെ ഭീഷണികൾ വരുന്നതുകൊണ്ട് ഇവർക്ക് ഒന്നുകൂടെ പേടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ആയുധങ്ങളെല്ലാം പിൻവലിക്കുകയാണ്, അവരുടെ കപ്പലുകൾ പിൻവലിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ആയുധം കൊടുക്കില്ല എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമുണ്ട്, യുദ്ധം വരുന്നു എന്നവർക്ക് മനസ്സിലായി. ഈ സമയത്തൊക്കെ ഒരു യുദ്ധം വന്നാൽ അമേരിക്കയുടെ ഒന്നും കാണത്തില്ല. കാരണം 2 രാജ്യത്തിനെ കാര്യമായിട്ട് 1-2 കൊല്ലമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉക്രൈനെയും ഇസ്രായേലിനെയും. അമേരിക്കയുടെ ആയുധങ്ങൾ ഏതാണ്ട് നല്ല ശതമാനം തീർന്നിട്ടുണ്ട്. കാശുമില്ല. ഇതെവിടെ പോയി മേടിക്കാതെ യുദ്ധം ചെയ്യുന്ന കാശില്ല. എവിടെയാണ് മുതലാക്കുന്നത്? ഇതെല്ലാം 10 പൈസ കിട്ടുന്ന യുദ്ധങ്ങളല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സാമ്പത്തിക നില ഏതാണ്ടൊക്കെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരിപ്പോൾ യുദ്ധത്തിന് തയ്യാറല്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് റഷ്യ വെല്ലുവിളി നടത്തുന്നതും. അവർക്ക് ലോകത്തൊരു മേൽക്കോയ്മ ആവശ്യമുണ്ട്. റഷ്യക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇതിനെ മിണ്ടാവുന്നിരിക്കേണ്ട. കാരണം അമേരിക്ക ഓവറായി കളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ചൈനയെ ക്രമേണ പൊങ്ങി വരും. അവരുടെയും പ്രസ്താവനകൾ കാണാൻ പറ്റും. കൊറിയ ഒരു വലിയ സഖ്യമായിട്ട് ഇപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകം 2ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2 വൻ ശക്തികളായി. റഷ്യയുടെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ 2 വൻ ശക്തികളുടെ ഇതിൽ 2ആയി തിരിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പെട്ടുപോകുന്നത് ഇന്ത്യ പോലുള്ള നമ്മളെപ്പോലുള്ള കുറച്ച് രാജ്യങ്ങളാണ്. ഇവർക്ക് അവിടെയും മേല ഇവിടെയും മേല. യുദ്ധം വന്നാൽ നമ്മുടെയൊക്കെ കാര്യം തീർന്നു, ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, ഇനിയൊരു ലോകയുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, ആരും അണുവായുധം പ്രയോഗിക്കാൻ തയ്യാറാവാതിരിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുക കൂടി ചെയ്യരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പ്രശ്നങ്ങൾ മുറുകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം.